അണ്ണാമലൈ അദ്ദേഹം IPS ഓഫീസറായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് ആന്ധ്രയിൽ ഓഫീസറായിരുന്നു. വളരെ വലിയ ഡൈനാമിക് ആയിട്ടുള്ള അഴിമതിയൊന്നുമില്ലാത്ത വളരെ പോപ്പുലറായ IPS ഓഫീസർ. നമ്മൾ സിനിമയിലൊക്കെ സുരേഷ് ഗോപി മോഡലിലൊക്കെ സിനിമയിൽ കാണും പോലെ. അവസാനം അദ്ദേഹം രാജിവെച്ചു, തമിഴ്നാട്ടിൽ വന്നു. വലിയ ഹൈപ്പ് ഉണ്ടാക്കി, BJPക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ DMK ആയിട്ട് ഉണ്ടാക്കി. പിന്നെ DMK പ്രശ്നം ഉണ്ടാവാൻ കാരണം അണ്ണാമലയുടെ വളർച്ച കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അത് DMK ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അമിത്ഷായൊക്കെ വന്ന് ഇടപെട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി പുതിയ ആളിനെ അവിടെ പ്രസിഡൻ്റാക്കി വെച്ചു തമിഴ്നാട്. എന്നാൽ അണ്ണാമല ഇപ്പോൾ നാഷണൽ ലെവലിൽ ജനറൽ സെക്രട്ടറി ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാക്കി കൊണ്ടുവന്ന് ആഭ്യന്തരമന്ത്രിയാക്കാനുള്ള സഹമന്ത്രിയാക്കാനുള്ള സ്വതന്ത്ര ചുമതലയുള്ള ആഭ്യന്തര സഹമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് തീരുമാനമല്ല, ഒരു ധാരണയൊക്കെ വന്നതായിട്ട് കേട്ടു. പക്ഷേ അതിപ്പോൾ നടന്നിട്ടില്ല. ഇപ്പോൾ പക്ഷേ നമ്മൾ കേൾക്കുന്നത് അണ്ണാമല ജനറൽ സെക്രട്ടറി, ദേശീയ തലത്തിലേക്ക് ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ട്. ആഗസ്റ്റ് 15-നാണ് പുതിയ ദേശീയ പ്രസിഡന്റിനെ BJP പ്രഖ്യാപിക്കുക. അത് ഒരു സംഘം ആളുകളുടെ, പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ പേര് കേൾക്കുന്നുണ്ട്. ആ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജനറൽ സെക്രട്ടറി ആകാനുള്ള അടുത്ത ജനറൽ സെക്രട്ടറി ആക്കുന്നത് അണ്ണാമലയായിരിക്കും. പക്ഷേ അവിടെ ഒരു ഹിച്ച് കിടക്കുന്നു. ഞാൻ കാണുന്നൊരു ഹിച്ച് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള നിർമ്മല സീതാരാമൻ. പക്ഷേ അവർ ഡൽഹി ബേസിലാണ് ഇപ്പോൾ. അവരെ പ്രസിഡന്റാക്കി, നാഷണൽ പ്രസിഡന്റ് ആക്കിയാൽ പിന്നെ വീണ്ടും ഒരു അണ്ണാമലയെ തമിഴ്നാട്ടിൽ നിന്ന് ജനറൽ സെക്രട്ടറി ആക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് രണ്ടുപേരെ ആക്കുമോ, കാരണം അവരും തമിഴാണ്, ഇവരെയും തമിഴാക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും അണ്ണാമലൈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഒന്നുകിൽ അത്രയും MP ആയ അദ്ദേഹം മന്ത്രിയാകും, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ജനറൽ സെക്രട്ടറി ആകും. അങ്ങനെ എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അണ്ണാമല പോകുന്നു എന്നുള്ളത് വാർത്ത കേൾക്കുന്നത്. വളരെ ഡൈനാമിക്കായ ഓഫീസറാണ്. അദ്ദേഹം നന്നായി പ്രസംഗിക്കും. പിന്നെ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിലൊക്കെ, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ വളരെ വലിയ നേതാവാണ്. BJPയുടെ ഭാവി വാഗ്ദാനം തന്നെയാണ് തമിഴ്നാട്ടിലെ. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അണ്ണാമലൈ തീർച്ചയായിട്ടും കേന്ദ്ര ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ രാജ്യസഭയായി മെമ്പറാക്കുക, പിന്നെ അതിനുശേഷം മന്ത്രിയാക്കുക. പ്രത്യേകിച്ച് അദ്ദേഹം IPSകാരനൊക്കെ ആയിരുന്നത് കൊണ്ട് ഒരു ആഭ്യന്തരമന്ത്രി, സഹമന്ത്രി സ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ അമിത്ഷായുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു ടീമായിരിക്കും. അങ്ങനെയും ചില സാധ്യതകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയം വിടുന്നു, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ, BJP വൃത്തങ്ങളിൽ കേൾക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള മീഡിയ ചില വാർത്തകളും വന്നു കഴിഞ്ഞു. എന്തായാലും അണ്ണാമലൈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും അവസാനമായി കാണുന്നത്. ഇനി അല്ല MP ആയി മന്ത്രിയാവുമോ എന്നുള്ളത് ഓഗസ്റ്റ് 15 വരെ കാത്തിരിക്കുക. അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും.